ഹലോ വെൽക്കം അഗൈൻ ടു ഇംഗ്ലീഷ് വാവ്. മൈ നെയിം ഈസ് നിഷാദ്. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പോൾ ഈ നടന്ന അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പല ആളുകളോടും നമുക്ക് സംസാരിക്കേണ്ടി വരും. ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ നമുക്ക് സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മുടെ ജീവിതത്തിലൊക്കെ കോമൺ ആയിട്ട് സംഭവിക്കാറുള്ള ഒരനുഭവം, അതായത് ഇപ്പോൾ നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സാധാരണഗതിയിൽ സംഭവിക്കുന്ന കുറച്ച് അനുഭവങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് ഒരു പ്രാക്ടീസിങ് വീഡിയോ കൂടിയാണ്. ഞാൻ അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ അതെന്താണ് അനുഭവം എന്നുള്ളത് മലയാളത്തിൽ പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആ മലയാളം പറയുന്ന സമയത്ത് അതിൻ്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക. അതിനുശേഷം അതിൻ്റെ രണ്ടാമതും അതുപോലെ തന്നെ മൂന്നാമതുമായിട്ടുള്ളൊരു ഫേസ് ഉണ്ട്. അവിടെയാണ് നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പറയാൻ കഴിയുന്ന വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ അനുഭവം എന്താണ് എന്നും അതുവഴി എങ്ങനെയാണ് നമ്മൾ സാധാരണ നമുക്കുണ്ടാകുന്ന ലൈഫിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അനുഭവത്തെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക എന്ന് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നതൊക്കെ നമുക്ക് മുൻപുണ്ടായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പാസ്റ്റിലായിരിക്കും പറയാം. പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ. അപ്പോൾ ആ കഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ പാസ്റ്റിൽ ഉപയോഗിക്കുന്ന വേർബുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ പറയുന്ന സമയത്ത് ഈ ഓരോ സെൻറ്റൻസുകളുടെയും ഇംഗ്ലീഷ് എന്താ എന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ കൂടെ തന്നെ അത് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഡോക്ടറെ കാണാൻ പോയി. കാരണം എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞ ആഴ്ച. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഐ വെൻറ്റ് ടു സീ എ ഡോക്ടർ ലാസ്റ്റ് വീക്ക്. I went to see a doctor last week because I was feeling very sick. ഞാനൊരു ഡോക്ടറെ കാണാൻ പോയി എന്നാണ് പറഞ്ഞത്. സോ ഐ വെൻറ്റ് ആണ്, വെൻറ്റ് അത് പാസ്റ്റ് ആണ് കേട്ടോ. ഐ വെൻറ്റ് ടു സീ എ ഡോക്ടർ ലാസ്റ്റ് വീക്ക് ബിക്കോസ് ഐ വാസ് ഫീലിംഗ് വെരി സിക്ക്. കാരണം എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസുഖമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ ഡോക്ടറെ കാണാൻ പോയിരുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഐ വെൻറ്റ് ടു സീ എ ഡോക്ടർ ലാസ്റ്റ് വീക്ക് ബിക്കോസ് ഐ വാസ് ഫീലിംഗ് വെരി സിക്ക്. ഞാൻ ക്ലിനിക്കിലെത്തിയപ്പോൾ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് കുറച്ച് ഫോമൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു. വെൻ ഐ റീച്ച്ഡ് അറ്റ് ദ ക്ലിനിക് ഐ ചെക്ക്ഡ് ഇൻ വിത്ത് ദ റിസപ്ഷനിസ്റ്റ് ആൻഡ് ഫിൽഡ് ഔട്ട് സം ഫോംസ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണതൊക്കെ നമ്മൾ പാസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുന്നത്. വെൻ ഐ റീച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചേർന്നപ്പോൾ ഐ ചെക്ക്ഡ് എന്നാണ് പറയണത്. ഐ ചെക്ക്ഡ് ഇൻ വിത്ത് ദ റിസപ്ഷനിസ്റ്റ് ആൻഡ് ഫിൽഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൂരിപ്പിക്കുക എന്ന് പറയില്ലേ, ആൻഡ് ഫിൽഡ് ഔട്ട് സം ഫോംസ്. ഓക്കെ, ചെറിയൊരു കാത്തിരിപ്പിന് ശേഷം നേഴ്സ് എന്നെ അകത്തേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അവരെൻ്റെ ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ എൻ്റെ ടെമ്പറേച്ചറൊക്കെ അവർ ചെക്ക് ചെയ്തു. ചെറിയൊരു കാത്തിരിപ്പിന് ശേഷം നേഴ്സ് എന്നെ അകത്തേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് അവരെൻ്റെ ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ എൻ്റെ ടെമ്പറേച്ചറൊക്കെ അവർ ചെക്ക് ചെയ്തു, അല്ലെങ്കിൽ അതെടുത്തു. അതെങ്ങനെയാണ് നമ്മൾ പറയാം? ചെറിയൊരു കാത്തിരിപ്പിന് ശേഷം ആഫ്റ്റർ എ ഷോർട്ട് വെയിറ്റ് ദ നേഴ്സ് കോൾഡ് മീ ഇൻ. നേഴ്സ് എന്നെ അകത്തേക്ക് വിളിപ്പിച്ചു. സോ after a short wait, the nurse called me in and took my blood pressure and temperature. After a short wait, the nurse called me in and took my blood pressure and temperature. പിന്നീട് ഡോക്ടർ വന്നു. അദ്ദേഹം എന്നോട് എൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. എങ്ങനെയത് പറയാം? Then the doctor came in and asked me some questions about my symptoms. അതായത് പിന്നീട് ഡോക്ടർ വന്നു came in. Then the doctor came in and he asked me some questions about my symptoms. അപ്പോൾ ഡോക്ടർ വന്ന് എൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. രോഗലക്ഷണം എന്നുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംറ്റംസ് എന്ന് പറയുന്നത്. ഞാൻ ആ സെൻറ്റൻസ് ഒന്നുകൂടി പറയാം. Then the doctor came in and he asked me some questions about my symptoms. അവരെൻ്റെ ശരീരപരിശോധന നടത്തി. എന്നിട്ട് കുറച്ച് ടെസ്റ്റുകൾ എന്നോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതായത് ശരീരപരിശോധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയും. സോ അവർ എൻ്റെ ശരീരപരിശോധന നടത്തിയിട്ട് എന്നോട് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. They also did my physical examination and ordered some test. എൻ്റെ റിസൾട്ട് പരിശോധിച്ചതിന് ശേഷം എനിക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് കണ്ടെത്തുകയും കുറച്ച് മരുന്നുകൾ ആൻറ്റിബയോട്ടിക്സ് എനിക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു. എൻ്റെ ടെസ്റ്റുകൾ പരിശോധിച്ച ശേഷം എനിക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് കണ്ടെത്തുകയും അതിനെനിക്ക് കുറച്ച് ആൻറ്റിബയോട്ടിക്സ് നിർദ്ദേശിക്കുകയും ചെയ്തു. അതെങ്ങനെ പറയാം? ആഫ്റ്റർ അനലൈസിങ് മൈ ടെസ്റ്റ്
After analyzing my result, the doctor diagnosed me with a bacterial infection. After analyzing my result, the doctor diagnosed me with a bacterial infection and prescribed me some antibiotics. ഒന്നുകൂടി പറയാം. After analyzing my result, എൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്തതിന് ശേഷം, the doctor diagnosed me with a bacterial infection. Diagnosed me with a bacterial infection എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടെത്തി. So, the doctor diagnosed me with a bacterial infection and prescribed me some antibiotics. അപ്പോൾ ഡോക്ടർ എനിക്ക് എന്ത് തന്നു? കുറച്ച് ആൻറ്റിബയോട്ടിക്സ് തന്നു. ഓക്കെ, ഞാൻ അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുകയും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ബെറ്ററായി തുടങ്ങുകയും ചെയ്തു. ഞാൻ അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുകയും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. ഐ ഫോളോഡ് ദെയർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സ്റ്റാർട്ടഡ് ഫീലിംഗ് ബെറ്റർ ഇൻ എ ഫ്യൂ ഡേയ്സ്. ഐ ഫോളോഡ് ദെയർ ഇൻസ്ട്രക്ഷൻസ്. ഫോളോഡ് ദെയർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യുക, പിന്തുടരുക. സോ ഐ സ്റ്റാർട്ടഡ് ഫോളോയിങ് ദെയർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സ്റ്റാർട്ടഡ് ഫീലിംഗ് ബെറ്റർ ഇൻ എ ഫ്യൂ ഡേയ്സ്. സ്റ്റാർട്ടഡ് ഫീലിംഗ് ബെറ്റർ മീൻസ് നന്നായിട്ട് തോന്നുക അല്ലെങ്കിൽ മാറി വരിക എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ സ്റ്റാർട്ടഡ് ഫീലിംഗ് ബെറ്റർ ഇൻ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ. മൊത്തത്തിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഡോക്ടറെ കാണാൻ പോയത് നന്നായി എന്നെനിക്ക് തോന്നി. മൊത്തത്തിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഡോക്ടറെ കാണാൻ പോയത് നന്നായി എന്നെനിക്ക് തോന്നി. ഓവറോൾ ഇറ്റ് വാസ് എ പോസിറ്റീവ് എക്സ്പീരിയൻസ്. ഓവറോൾ ഇറ്റ് വാസ് എ പോസിറ്റീവ് എക്സ്പീരിയൻസ്. ഒരു പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ വാസ് ഗ്ലാഡ് ദാറ്റ് ഐ വെൻറ്റ് ടു സീ എ ഡോക്ടർ. അതായത് ഡോക്ടറെ കാണാൻ പോയി എന്നതിൽ എനിക്ക് സന്തോഷം തോന്നി. കാരണം അത് പോയത് നന്നായി എന്നെനിക്ക് തോന്നി. സോ ഐ വാസ് ഗ്ലാഡ് ദാറ്റ് ഐ വെൻറ്റ് ടു സീ എ ഡോക്ടർ. വൺസ് അഗെയിൻ, ഓവറോൾ ഇറ്റ് വാസ് എ പോസിറ്റീവ് എക്സ്പീരിയൻസ് ആൻഡ് ഐ വാസ് ഗ്ലാഡ് ദാറ്റ് ഐ വെൻറ്റ് ടു സീ എ ഡോക്ടർ. അപ്പോൾ നമ്മൾ ആ എക്സ്പീരിയൻസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആ എക്സ്പീരിയൻസ് ഒന്നും കൂടി പെട്ടെന്ന് പറയാം. അപ്പോൾ ഞാൻ ആ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞത് എനിക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഞാനൊരു ഡോക്ടറെ കാണാൻ പോയി എന്നുള്ളതാണ്. ഐ വെൻറ്റ് ടു സീ എ ഡോക്ടർ ലാസ്റ്റ് വീക്ക് ബിക്കോസ് ഐ വാസ് ഫീലിംഗ് വെരി സിക്ക്. ഞാൻ ക്ലിനിക്കിൽ എത്തിയിട്ട് റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ കുറച്ച് ഫോമൊക്കെ ഫിൽ ചെയ്ത് കൊടുത്തു. വെൻ ഐ റീച്ച്ഡ് അറ്റ് ദ ക്ലിനിക്, ഐ ചെക്ക്ഡ് ഇൻ വിത്ത് ദ റിസപ്ഷനിസ്റ്റ് ആൻഡ് ഫിൽഡ് ഔട്ട് സം ഫോംസ്. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നേഴ്സ് എന്നെ അകത്തേക്ക് വിളിക്കുകയും എൻ്റെ ബ്ലഡ് പ്രഷർ അതുപോലെ തന്നെ എൻ്റെ ടെമ്പറേച്ചർ എന്നിവ ചെക്ക് ചെയ്യുകയും ചെയ്തു. ആഫ്റ്റർ എ ഷോർട്ട് വെയിറ്റ്, ദ നേഴ്സ് കോൾഡ് മീ ഇൻ ആൻഡ് ടുക്ക് മൈ ബ്ലഡ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. പിന്നീട് ഡോക്ടർ വന്നു. അദ്ദേഹം എൻ്റെ അസുഖങ്ങളെക്കുറിച്ച്, എൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്നോട് ചോദിച്ചു. Then the doctor came in and he asked me some questions about my symptoms. അവരെൻ്റെ ശരീരപരിശോധന നടത്തി, എന്നിട്ട് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. They also did my physical examination and ordered some test. റിസൾട്ട് അനലൈസ് ചെയ്തതിന് ശേഷം എനിക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് കണ്ടെത്തുകയും എനിക്ക് കുറച്ച് ആൻറ്റിബയോട്ടിക്സ് തരികയും ചെയ്തു. After analyzing the result, the doctor diagnosed me with a bacterial infection and prescribed me some antibiotics. ഞാൻ അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തു. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ബെറ്ററായിട്ട് തുടങ്ങി. I followed their instruction and started feeling better in a few days. മൊത്തത്തിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള അനുഭവമായിരുന്നു. ഡോക്ടറെ കാണാൻ പോയത് നന്നായി എന്നെനിക്ക് തോന്നി. Overall, it was a positive experience. I was glad that I went to see a doctor. Okay, fine. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കരുതുക. ഇനി ഞാനിതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുകയാണ്. ഇതേ കാര്യങ്ങൾ ആൻസർ ആയിട്ട് നിങ്ങൾ എനിക്ക് തരാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, സോ പ്ലീസ് ട്രൈ ടു റെസ്പോണ്ട് ഇൻ ഇംഗ്ലീഷ്. എല്ലാവർക്കും പറ്റും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുശേഷം നിങ്ങളും അതിൻ്റെ ആൻസേഴ്സ് പറയാം, ഞാൻ അതിൻ്റെ കൂടെ പറയാം. ഓക്കെ, I heard you went to see a doctor last week. Is it right? Yes, I went to see a doctor last week. Why did you go to see a doctor last week? I went to see a doctor last week because I was feeling very sick. Oh, really? So you were feeling very sick last week? Yes, I was feeling very sick last week, so I went to see a doctor. And what happened when you reached at the clinic? When I reached at the clinic, I checked in with the receptionist and filled out some forms. Oh, really? You had to fill some forms there? Yes, I had to fill some forms
and I checked in with the receptionist. Okay, good. And what happened next? Did the nurse check your blood pressure? Yes, after a short wait, the nurse called me in and she took my blood pressure and temperature. Oh, really? Did she check your temperature and blood pressure? Yes, she took my blood pressure and temperature. When did it happen? You had to wait for a long time? No, only after a short wait, the nurse called me in and she took my temperature and blood pressure. And what did the doctor tell you? Yes, the doctor came in and he asked me some questions about my symptoms. Did the doctor ask you about your symptoms? Yes, the doctor asked me some questions about my symptoms. Okay, then what did he do then? The doctor did my physical examination and ordered some test. Oh, you were ordered some test? Yes, I was ordered some test and I did it. Okay, and after analyzing the result, what did the doctor tell you? Yes, after analyzing the result, the doctor diagnosed me with a bacterial infection and prescribed me some antibiotics. Oh, really? You were diagnosed with a bacterial infection? Yes, I was diagnosed with a bacterial infection and I was given some antibiotics. Did you follow the doctor's instructions? Yes, I followed the doctor's instruction. And how are you feeling now? I think you have started taking the medicine. How are you feeling now? I followed their instruction and started feeling better in a few days. Okay, very good and happy to hear that. And overall, how was that experience? How do you feel now? Overall, it was a positive experience. I was really glad that I went to see a doctor. ദാറ്റ്സ് ഓൾ. ഈ ഒരു അനുഭവത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് മറ്റൊരാളോട് ഷെയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങളിതിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. മൊബൈൽ ആപ്പിലൂടെ HD ക്വാളിറ്റി വീഡിയോസൊക്കെ നൽകി 60 ദിവസത്തെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ നിങ്ങൾ ഫ്ലുവൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഇവിടെ കാണിച്ചിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ലിസണിങ്. Bye for now.